ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തഗ് ലൈഫ് ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഗ് ലൈഫിൻ്റെ കോസ്റ്റും അതിൻ്റെ കളക്ഷനും ഒക്കെയാണ്. അതൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ നമുക്ക് തഗ് ലൈഫിൻ്റെ ഒരു കോമൺ റിവ്യൂവും നമ്മുടെ അഭിപ്രായവും എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ അവസാനം തഗ് ലൈഫിൻ്റെ ടോട്ടൽ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളതും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ തഗ് ലൈഫ് മണിരത്നം കമലഹാസൻ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ മണിരത്നം നായകൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം കമലഹാസനായിട്ട് ഒന്നിക്കുന്ന സിനിമയാണിത്. കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷകളേറെയായിരുന്നു. അതിൻ്റെ കൂടെ ചിലംബരശൻ, നമ്മുടെ സ്വന്തം ജോജു ജോർജ്, തൃഷ എല്ലാവരും പടത്തിലുണ്ട്. പടത്തിന് എൻ്റെ അഭിപ്രായം പറയുന്നതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഒരു സമ്മിശ്ര പ്രതികരണമൊന്നുമല്ല. ഒരു 90% ആൾക്കാർക്കും വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ട് പടുത്ത ഒരു ഫോർമുലയാണ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിരത്നത്തിൻ്റെ ഏറ്റവും മോശം സിനിമകളിൽ ഒന്നാണെന്നുള്ളതും കൂടി ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഫാക്ട്സിലേക്ക് കിടക്കാം. ഫാക്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ആലങ്കാരികമല്ല, കുറച്ച് എന്താ പറയുക, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വേർഡുകളിലേക്ക് പോകേണ്ടി വരും ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ. അപ്പോൾ മണിരത്നം സംവിധാനം ചെയ്ത കമലഹാസൻ, അതേപോലെ STR, ചിലംബരശൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങൾ ഒരുക്കിയിട്ട് തഗ് ലൈഫ് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് പുറത്തിറങ്ങിയത്. എന്നാൽ ആദ്യ പ്രതികരണങ്ങൾ സമ്മിശ്രമാണ് എന്നാണ് നമുക്ക് പറയേണ്ടി വരിക. അപ്പോൾ അതുകൂടാതെ നമ്മളതിൻ്റെ അഭിനയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമലഹാസൻ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ചിലംബരശനെ കുറിച്ചിട്ട് വളരെ മനോഹരമായ, ഭയങ്കര സെറ്റിലായിട്ടാണ് പുള്ളി ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിലംബരശൻ്റെ സീനുകളും ഇൻ്റർവൽ ബ്ലോക്കും ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്സ് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ സംവിധാനം, ക്യാമറ, മണിരത്നത്തിൻ്റെ ക്ലാസി ദൃശ്യഭാവവും രവി കെ ചന്ദ്രൻ്റെ ക്യാമറ പ്രവർത്തനം ശ്രദ്ധേയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് ആ ഒരു എന്താ പറയുക, ഫ്രെയിംസും ഷോട്ട്സൊക്കെ ഭയങ്കര രസമാണുണ്ട്. പക്ഷേ സംവിധാനത്തിനെ അധികം പ്രശംസിക്കണോ വേണ്ടയോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ. പിന്നെ സംഗീതം AR റഹ്മാൻ, അതും അടിപൊളിയാണ്. AR റഹ്മാൻ്റെ സംഗീതവും അടിപൊളിയാണ്. എഡിറ്റിംഗ് രചന, അതായത് തിരക്കഥയും എഡിറ്റിങ്ങും വളരെ ദുർബലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഥ പഴയതും കഥാപാത്രങ്ങൾ ആഴമില്ലാത്തതുമാണ്. അങ്ങനെ പടത്തിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ദൈർഘ്യവും ഇമോഷണൽ കണ്ടൻറ്റും കുറവ് തന്നെയാണ്. അതാണ് അതിൻ്റെ പ്രധാന ഒരു പ്രശ്നങ്ങൾ പറഞ്ഞത്. കമൽ സാറിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു കേട്ടോ. ദുർബലമായ തിരക്കഥയും പഴയ കഥയും മൂലം സിനിമ എന്താ പറയുക, നിരാശപ്പെടുത്തി എന്നുള്ളത് ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു 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 ഫലം പറയുകയാണെന്നുണ്ടെങ്കിൽ തഗ് ഒരു ദൃശ്യവിസ്മയ ഗാങ്സ്റ്റർ ഡ്രാമയാണ്. മികച്ച പ്രകടനവും ദുർബലമായ രചനയും എഡിറ്റിങ്ങുമാണ് പ്രധാന ദോഷങ്ങൾ. കമലഹാസനും ചിലംബരശനും ആരാധിക്കുന്നവർക്ക് കാണാവുന്ന സിനിമ, പക്ഷേ പഴയ മാജിക് പ്രതീക്ഷിക്കുന്നവർ നിരാശയാകും. അതായത് ഒത്തിരി എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് മണിരത്നം, കമലഹാസൻ, ചിലംബരശൻ, തൃഷ, ജോജു ജോർജ് എന്നീ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നിരാശയായിട്ട് മടങ്ങേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ ഇനി ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ മൊത്തം ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 300 കോടിയാണ് ഇവർ പറയുന്നത്. നിർമ്മാണം, പ്രൊമോഷൻ, മറ്റ് ചിലവുകൾ ഉൾപ്പെടെ. കമലഹാസൻ്റെ റെന്യൂമറേഷൻ എന്താ പറയുക, ലാഭവിഹിതമാണ്, പ്രോഫിറ്റ് ഷെയർ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ മണിരത്നവും പ്രോഫിറ്റ് ഷെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു തീരുമാനമാണ്. വലിയൊരു ഹ്യൂജ് എമൗണ്ട്, പടം സക്സസ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയാതെ അതിനകത്തോട്ട് അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ ചിലംബരശന് അവർ കൊടുത്തു എന്ന് പറയപ്പെടുന്നത് 40 കോടിയാണ്. തൃഷയ്ക്ക് 12 കോടി, ജോജു ജോർജിന് 1 കോടി, പിന്നെ അശോക് സെൽവന് 1 കോടിയുണ്ട്, അഭിരാമിക്ക് 50 ലക്ഷം. മറ്റ് കാസ്റ്റും ക്രൂവും അത് നമുക്ക് വ്യക്തമല്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. പിന്നെ OTT അത് നെറ്റ്ഫ്ലിക്സ് എടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതേവരെ ഒന്നും ആയിട്ടില്ല. അതാവേണ്ട വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇത് ലാഭമാണോ അതുപോലെ തന്നെ ഇത് നഷ്ടത്തിലാണോ എന്നുള്ളത് OTT റിലീസിന് ശേഷമോ അതിന് തൊട്ട് മുമ്പോ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.